ഇനിയിപ്പം ഞാനൊരു എഗ് കബാബ് ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനൊരു 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഒരെണ്ണം 4ആയിട്ട് മുറിച്ചിട്ടുണ്ട്. 3 അങ്ങനെ തന്നെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. വേണമെന്നൊരു ഇങ്ങക്ക് ഹാഫായിട്ട് മുറിച്ച് എടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യമായിട്ട് ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി, 1 സ്പൂണ് ചാട്ട് മസാല, 1 സ്പൂണ് ചില്ലി ഫ്ലേക്സ്. പിന്നെ അതിൻ്റെ കൂടെ മുട്ട കോട്ട് ചെയ്യാൻ ഒരു ശകലം കുരുമുളക് എടുത്തിട്ടുണ്ട്. മുക്കി പൊരിക്കാൻ ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസ്, ഒരു മുട്ട എടുക്കുന്നുണ്ട്. പിന്നെ ആ ഉരുളക്കിഴങ്ങ് പൊടിച്ച് വെച്ചേക്കുന്നതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ്. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ആ സവാളയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൊണ്ടിടുകയാണ്. കൂട്ടത്തിലൊരു ലേശം ധനിയാപ്പത്ത ഇടുക, മല്ലിയില. കരിയാപ്പില ഉണ്ടെങ്കിൽ അതും ഇച്ചിരി ഇടാം. എല്ലാം കൂടെ ആവശ്യത്തിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി, അത് ഞാൻ വിട്ടുപോയതാണ്. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാനത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്ന് അടിച്ചെടുക്കണം, മുക്കി പൊരിക്കാൻ. ആ മുട്ട പച്ചയ്ക്ക് എനിക്കൊരു ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ തൊട്ടിട്ട് ആ ഫോർക്ക് കൊണ്ടൊന്ന് കുത്തിയിട്ട് ഒരു ശകലം കുരുമുളകും ലേശം ഉപ്പൂടെ ഒരു കോട്ടിങ്ങിന് വേണ്ടി കൊടുക്കുകയാണ്. ആ കുരുമുളക് കടിക്കുമ്പോൾ ഇത് ഒരു ടേസ്റ്റ് വരും. ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി കേട്ടോ. ഇവിടെ എല്ലാവർക്കും കുരുമുളക് ഇഷ്ടമാണ്. മുട്ടയെല്ലാം ഞാൻ ആ കുരുമുളക് ഇച്ചിരി ഉപ്പൂടി ഇട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലൊരു ലേശം എണ്ണ പുരട്ടിയിട്ട് ആ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ചെറിയ വലിയ ഉരുള തന്നെ എടുക്കണം. കാര്യം 1 മുട്ട മുഴുവനെ വയ്ക്കാൻ പോവാണ്. ഞാനൊന്ന് പരത്തിയെടുക്കണം. ഇത് മുട്ട കൂട്ടാത്തവർക്ക് ആ ഉരുളക്കിഴങ്ങിൻ്റെ അതിനകത്തോട്ട് 1 പീസ് പനീർ വെച്ച് കൊടുത്തിട്ട് മുക്കി പൊരിച്ചാൽ മതി. ആ മുട്ടയെ മുക്കി പൊരിക്കുന്നതിന് പകരം മൈദയുടെ 2 സ്പൂൺ കലക്കി അതിൽ മുക്കി പൊരിച്ചാൽ മതി. അപ്പം ഞാൻ എടുക്കുകയാണ്. ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പം. അതുപോലെ ബാക്കിയെല്ലാം കൂടെ ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്ത് ആ മുട്ടയുടെ ആ മുട്ടയിലൊന്ന് മുക്കിയിട്ട്, നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന മുട്ടയിലൊന്ന് മുക്കിയിട്ട് ആ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കണം. വെജിറ്റേറിയൻ പനീർ വെച്ചിട്ട് ഈ മുട്ടയ്ക്ക് പകരം മൈദയുടെ ഒരു കോട്ടിങ് കൊടുത്താൽ മതി. ഈ പരുവത്തിൽ ഇത് ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് അത് കബാബ് പൊരിച്ചെടുക്കാനുള്ള എണ്ണ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായിട്ട് ഞാൻ എണ്ണ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണ രണ്ടാമത് ഞാൻ യൂസ് ചെയ്തില്ല. കാര്യം ആ ബ്രെഡ് ക്രംസും ഒക്കെ പൊടിഞ്ഞ് അതിനകത്ത് എണ്ണയ്ക്കകത്ത് വീഴും. അപ്പോൾ പിന്നെ അത് ഇനി യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. അത്
നമ്മുടെ ആ കബാബ് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഉടനെ ഇളക്കരുത്, അത് ഒരു സൈഡ് നല്ലോണം ആയിട്ടേ അത് ഇളക്കാം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അതുപോലെ ബാക്കി എല്ലാം ഒന്ന് പൊതിഞ്ഞെടുക്കുകയാണ് ഉരുളക്കിഴങ്ങിൽ. ഇടയ്ക്ക് ഇപ്പം നമ്മുടെ കബാബെല്ലാം റെഡി ആയിട്ടുണ്ടാണ്. ആദ്യം ഇട്ട 2 എണ്ണം. ഇനി മറ്റേതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ കബാബെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഗ്രീൻ ചട്നിയാണ് സെർവ് ചെയ്യുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക, പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഇതറിയാൻ വയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു 4 മണി പലഹാരം.